ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറി. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പുട്ടിനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ചെറുപയറാണ്. ഇത് ഞാൻ 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുതിർക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ സാരമില്ല, കുക്കറിലിടുമ്പോൾ ഒരു 2 വിസിൽ അധികം അടുപ്പിച്ചാൽ മതി. ഞാനിവിടെ സമയമുള്ള കാരണമാണ് 2 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. ചെറുപയറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഇതെങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമുക്ക് നമ്മുടെ പയറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മുടെ പയറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പയർ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3 അല്ലെങ്കിൽ 4 വിസിൽ. ഇപ്പം നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തില്ലെങ്കിൽ ഒരു 5 വിസിലൊക്കെ അടുപ്പിക്കുക. നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ടൊരു 4 വിസിൽ കഴിയുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യും. എന്നിട്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് ഒരു 4 വിസിൽ വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു. അതിൻ്റെ പ്രഷർ പോണ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 3 പച്ചമുളക് ഒന്ന് നെടുവേ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, അതാണ് ഞാൻ 3 എടുത്തത്. നമ്മൾ മുളക് പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണം മുളകിൻ്റെ എണ്ണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളൂ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കുക. നമുക്ക് ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു തക്കാളി. തക്കാളികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അതാ നോക്കിയാൽ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ പയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതാ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെറുപയർ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ. ചെറുപയറുകൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10 മിനിറ്റോളം ചെറിയ തീയിൽ തിളപ്പിക്കണം. അപ്പം ഇത് തിക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുകാരണമാണ് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ പയറുകറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെക്കുക. തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10-12 മിനിറ്റ് അടച്ചു വയ്ക്കുക. പയറും നമ്മുടെ മസാല എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. അപ്പോഴാണ് നമ്മുടെ പയറുകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇടയ്ക്ക് തുറന്ന് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പയറുകറി അടച്ചു വെച്ചിട്ട്. ഉണ്ട്, ഇപ്പം അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 5-6 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതാ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ പയറുകറി നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചെറുപയർ കറി. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ. തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ കറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചെറുപയർ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.